ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു നല്ലൊരു പഴം കൊണ്ടൊരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡെസേർട്ടാണ്. നമ്മൾ വീട്ടിലൊക്കെ പഴം കൊണ്ടുവച്ചാൽ കുട്ടികളൊന്നും കഴിക്കൂലല്ലോ. അതൊക്കെ പഴുത്ത് അങ്ങനെ ചീഞ്ഞു പോകാന്നല്ലാതെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ പഴം കഴിക്കാൻ മടിയല്ലേ. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തു കുട്ടികൾക്ക്. ഇനി വലിയവർക്കായാലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. കുട്ടികളത് പാത്രം കാലിയാക്കണത് അറിയില്ല. മുതിർന്നവർക്ക് ഇഷ്ടമാവും. പഴമൊക്കെ കുട്ടികൾക്ക് കഴിക്കണത് നല്ലതാണ്. പക്ഷേ കുട്ടികളൊന്നും കഴിക്കൂല. നമ്മളത്ര നിർബന്ധിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്. അതിനായിട്ട് നമ്മൾ വീട്ടിലുള്ള പഴം എടുത്ത് അത് തോല് കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യോ ഒലിവ് ഓയിലോ എന്തെങ്കിലും ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ നുറുക്കി വെച്ച പഴം ഇട്ട് വാട്ടിയെടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കണം. അതിലേക്ക് പഞ്ചസാര ചേർത്തെടുക്കുക. വഴറ്റിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നല്ലോണം വഴന്ന് വന്നതിന് ശേഷം അത് അടുപ്പത്തു നിന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ടിട്ട് നല്ലോണം അത് ഉടച്ചു കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഗ്ലാസ് അത് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഉടച്ചു കൊടുത്തത്. അത് നിങ്ങൾക്ക് എന്ത് വേണം എടുത്ത് ഉടച്ച് നല്ല ക്രീം പോലെ ആക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് 1.5 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് പാലിലൊഴിച്ചിട്ട് പാലും കൂട്ടി മിക്സ് ചെയ്ത് അത് ഈ പഴത്തിലിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പാലും ഈ പഴത്തിൽ മിക്സ് ചെയ്യുക. നല്ലോണം പാകത്തിന് മിക്സൊക്കെ ചേർത്ത് പാനിൽ വെച്ച് നല്ലോണം അത് കുറുക്കിയെടുക്കുക. ഇത് ഈ പരുവത്തിലാവുമ്പോൾ ഒരു ബോക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ബോക്സിൽ നല്ലോണം അത് നല്ല അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് മൂടിയെടുത്ത് അടുപ്പെടുത്ത് അടച്ചു കൊടുക്കുക. എന്നിട്ടൊരു പാനിലേക്ക് കുറച്ച് പാലൊഴിച്ച് അതിലേക്ക് കോൺഫ്ലവർ ഒരു ടീസ്പൂൺ എടുത്ത് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടത് ഗ്യാസിൽ വെച്ചിട്ട് നല്ലോണം കുറുക്കിയെടുക്കുക. തുടരെ ഇളക്കിയെടുക്കുക. അടി പിടിക്കണം, ശ്രദ്ധിക്കണം. കുറുക്കി കഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് അതിട്ട് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ പഴം ഇങ്ങനെ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നിട്ട് ആ പഴം എടുത്തിട്ട് അതൊന്ന് തണുത്തിട്ടേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് അതിൽ നല്ലോണം ഇളക്കി അതിലേക്ക് നമ്മൾ സെറ്റാൻ വെച്ച പഴം എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത ഏത് പഴം കഴിക്കാത്ത കുട്ടികളും കഴിക്കും. വലിയവരായാലും മുതിർന്നവരായാലും ഇത് കഴിക്കാത്തവരുണ്ടാവില്ല.
ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക് എല്ലാവരും. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും.